സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ ചുറ്റുവിളക്ക് തുടരുന്നു. അധ്യായം 5. പിറ്റേന്ന് സന്ധ്യയോടെയാണ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ കഴിച്ച മൃതദേഹം പഴയൊരു പായിൽ പൊതിഞ്ഞുകെട്ടി ഇല്ലത്തെ ഉമ്മറത്ത് കൊണ്ടുവന്നത്. അതിനും ഒരു നാൾ മുമ്പേ നങ്ങേമ അന്തർജനത്തിൻ്റെ ജഡം തെക്കേ തൊടിയിൽ കത്തിയെരിഞ്ഞ് വെണ്ണീറായി തീർന്നിരുന്നു. മൂന്നാം നാൾ ഷമീർ എത്തി ഋഷികേശനെ ജീവനോടെ തന്നെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. ഇവനെക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യിക്കണം വിഷ്ണു? പിഴ പറയിക്കണോ അതോ ഇവനെ തുണ്ടം കണ്ടിച്ച് കായലിലെറിയണോ? പറ, ഷമീർ ചോദിച്ചു. ഇവൻ പിഴ മൂളിയാൽ എൻ്റെ ഉണ്ണിമോളെ തിരിച്ചു കിട്ടുമോ ഷമീർ? വിഷ്ണു വിങ്ങിപ്പൊട്ടി. ആ ചെന്നായിയെ വെറുതെ വിട്ടേക്ക്. നാടുനീളെ മേഞ്ഞു നടക്കട്ടെ, പെൺകുട്ടികളെ പിച്ചി ചീന്തട്ടെ. വ്യക്തികൾക്ക് ഇവരെ ഒന്നും ചെയ്യാനാവില്ല. ഇവനെയൊക്കെ ശിക്ഷിക്കാനും നിലയ്ക്ക് നിർത്താനും സമൂഹ മനസാക്ഷിക്ക് കഴിയാത്തിടത്തോളം ഇവൻ ഈ ഭൂമിയിൽ വിഹരിക്കട്ടെ. അന്ന് വൈകുന്നേരം ഷമീറിന്റെ നേതൃത്വത്തിൽ ദേശത്തെ സ്വതന്ത്ര ചിന്തകരായ ചെറുപ്പക്കാരുടെ സംഘം ഒരു അനുശോചന യോഗം ചേർന്നു. പ്രേമകഥകൾ വായിച്ചല്ല ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഒരക്ഷരം പോലും അവൾ വായിച്ചിട്ടില്ല. ജന്മാന്തയായിരുന്നു അവൾ. സ്വാർത്ഥനും കാമലോലുപനുമായ ഒരു പുരുഷന്റെ ക്രൂരതയാണ് അവളുടെ ജീവനൊടുക്കിയത്. ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ അവിവാഹിതയായ ആ ഗർഭിണിയെ പൊയ്മുഖങ്ങൾ അണിഞ്ഞ കപടമാന്യരുടെ സമൂഹം വെറുതെ വിടുമായിരുന്നോ? അവളുടെ കുടുംബത്തെ പോലും നാം ക്രൂശിക്കില്ലായിരുന്നോ? സദാചാരത്തിൻ്റെ തലനാരിഴയ്ക്ക് ഇളക്കം സംഭവിച്ചാൽ മതി, നാം അന്യോന്യം വേട്ടയാടും. ആത്മഹത്യകളായി എഴുതിത്തള്ളപ്പെടുന്ന അത്തരം കൊലപാതകങ്ങൾക്ക് ശേഷം നാം സഹതപിക്കും, ധാർമ്മിക രോക്ഷം കൊള്ളും. എന്തൊരു കാപട്യമാണിത്! നമ്മിൽ പലരും വിചാരിച്ചാൽ ഈ ഹിംസകൾ, ഈ നായാട്ടുകൾ ഒഴിവാക്കാനാവില്ലേ? നിശബ്ദരായി മുനിഞ്ഞിരുന്ന ജനത്തോട് ഷമീർ ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. ഈ പെൺകുട്ടിയുടെ മനസ്സിൽ പൂത്ത അഭിനിവേശമാണോ തെറ്റ് ചെയ്തത്? അതോ അവളുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത പുരുഷന്റെ ക്രൂരതയോ? അതോ സങ്കുചിതവും സങ്കീർണവുമായ ജീവിത സാഹചര്യങ്ങളോ? നമ്മുടെ സദാചാര സാമ്പത്തിക നിയമങ്ങളോ? നമ്മുടെ സദാചാര ബോധമോ? ദരിദ്രരായ പെൺകുട്ടികൾക്കും വിവാഹം ഒരാഡംബര സ്വപ്നമായിരിക്കുന്നതിനാൽ പ്രേമാഭ്യർത്ഥനയുമായി എത്തുന്ന ഏത് യുവാവിലും അവൾ ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒട്ടുമിക്ക പേരും ചതിക്കുഴികളിൽ പതിക്കുന്നു. ഒരു പ്രത്യേക പ്രായം എത്തുമ്പോഴേക്കും യുവമനസ്സുകളിൽ വിവാഹസ്വപ്നം അടിച്ചേൽപ്പിക്കുന്ന നമ്മുടെ സാമൂഹികാചാരമാണോ തെറ്റ് ചെയ്യുന്നത്? അതോ ആ സ്വപ്നത്തെ അപ്രാപ്യമാക്കുന്ന സാമുദായിക സാമ്പത്തിക വ്യവസ്ഥകളോ? അതോ സ്വപ്നങ്ങളുടെ ഈറ്റിലമായ നമ്മുടെ മനസ്സുകളോ? ഒന്ന് ചിന്തിക്കൂ, ഷമീർ ആവശ്യപ്പെട്ടു. പിന്നെ പെൺകുട്ടികളോട് അപേക്ഷിച്ചു. പ്രിയപ്പെട്ട അനുജത്തിമാരെ, ഞാനൊരു സാമൂഹിക വിചക്ഷണനല്ല. എങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. പ്രേമിക്കും മുമ്പ് ശാന്തമായി ആലോചിക്കുക, മനസ്സിൽ മുറിപ്പാട് വീഴ്ത്താതെ സ്നേഹിക്കുക, തടി കേടാകാതെ ഇടപെടുക. ഗർഭപാത്രം എന്ന അവയവം സ്ത്രീക്ക് മാത്രമേ പ്രകൃതി നൽകിയിട്ടുള്ളൂ എന്നത് മറക്കാതിരിക്കുക. അവിവാഹിതകളായ അമ്മമാർക്ക് നമ്മുടെ സമൂഹം വലിയ മാന്യതകൾ ഒന്നും കൽപ്പിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കുക. ഗർഭചിത്രങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമെന്നും ദയവായി അറിയുക. ബുദ്ധിപൂർവ്വം ആത്മഹത്യകൾ ഒഴിവാക്കുക. പ്രേമസ്വപ്നങ്ങളെക്കാൾ മധുരവും ശക്തവും ശ്രേഷ്ഠവുമായ പലതും ഭൂമിയിലുണ്ട്. അവയിലേക്ക് കൂടി മനസ്സിനെ വ്യാപരിക്കുക. ഷമീർ റോഷന്റെ പ്രസംഗം കേൾക്കാൻ അമ്പലമൈതാനത്തെ വേദിക്ക് മുന്നിൽ വിഷ്ണുവും എത്തിയിരുന്നു. പൊന്നനുജത്തിയും അമ്മയും ഒപ്പം വേർപിരിഞ്ഞിട്ട് 3 ദിനങ്ങളെ കഴിഞ്ഞുള്ളൂ. വിഷ്ണുവിൻ്റെ കണ്ണിൽ പക്ഷെ കണ്ണീരില്ലായിരുന്നു, നെഞ്ചിൽ നെടുവീർപ്പുകളും ഇല്ലായിരുന്നു. കണ്ണിലും നെഞ്ചിലും ഏന്തിയിരുന്നത് അഗ്നിയാണ്. ആളിപ്പടരുന്നൊരു നെരിപ്പോടായിരുന്നു അവൾ. ഇല്ലത്തെ ഉമ്മറപ്പടിയിൽ സന്ധ്യയ്ക്ക് തെളിച്ചു വെച്ച നിലവിളക്കിലെ നെയ്ത്തിരിയായിരുന്നു ദേവയെങ്കിൽ ഭദ്രകാളിക്കളത്തിൽ തെള്ളിപ്പൊടി വീണ് ആളിക്കത്തുന്ന ആർത്തട്ടഹസിക്കുന്ന തീപ്പന്തമായിരുന്നു വിഷ്ണുപ്രിയ. ആരോടോ എന്തിനോടോ ഒക്കെയുള്ള പ്രതികാരവും പ്രതിഷേധവും അവളുടെ പ്രവൃത്തികളിലും ചലനങ്ങളിലും സദാ പ്രതിഫലിച്ചു. തോന്നുമ്പോഴെല്ലാം അവൾ പുറത്തുപോയി. തോന്നിയപ്പോൾ തിരിച്ചു വന്നു. ദേവ ഒരിക്കലും അനുജത്തിയെ ചോദ്യം ചെയ്തില്ല. എങ്കിലും അവളുടെ മനസ്സ് പേടിപ്പെട്ടുകൊണ്ടിരുന്നു. ഇതുവരെ സംഭവിച്ചതിലും ഭയങ്കരമായി എന്തോ കൂടി സംഭവിക്കാൻ പോകുന്നുവെന്ന്. അമ്മയുടെയും ഉണ്ണിയേട്ടത്തിയുടെയും ദുരന്തമറിഞ്ഞ് തുളസി എത്തി. അധ്യാപികമാരായ കന്യാസ്ത്രീകളോടൊപ്പമാണ് അവൾ വന്നത്. അവരോടൊപ്പം തന്നെ മടങ്ങുകയും ചെയ്തു. അലമുറയിട്ടവൾ കരഞ്ഞില്ല, നെഞ്ചിൽ തല്ലി ഉരുണ്ടില്ല. എല്ലാം കണ്ട് നിറമിഴികളോടെ നിന്നു. കവിളിലേക്ക് ഇറങ്ങും മുമ്പ് തന്നെ കണ്ണീർ തുവാല കൊണ്ടൊപ്പി. നേർത്തൊരു വിഷാദം മാത്രമേ അവളിൽ കണ്ടുള്ളൂ. അതിലേറെ നിസ്സംഗതിയായിരുന്നു. എല്ലാവർക്കും അതൊരു അത്ഭുതമായി. മഹാലക്ഷ്മിയും ഭർത്താവ് ശങ്കരൻ നമ്പൂതിരിയും വന്നു. കൈക്കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ച് അവൾ നെഞ്ചു പൊട്ടുമാർ ഉറക്ക കരഞ്ഞു. ദേവിക്കും വിഷ്ണുവിനും അവളെ ആശ്വസിപ്പിക്കാൻ പാടുപെടേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരും പോയി. യാത്ര പറയുമ്പോൾ അവളുടെ ദുഃഖം തീർത്തു ഒഴിഞ്ഞിരുന്നു. ഇല്ലത്തെ തൊടിയിൽ നിന്ന് കടുമാങ്ങിയിടാനുള്ള കണ്ണിമാങ്ങകൾ കൂടി ശേഖരിച്ചാണ് അവൾ പോയത്. ഇരുൾക്കാട്ടിൽ പൊരിഞ്ഞ അഭൗമ സൗന്ദര്യ നാളമായിരുന്നു ഉണ്ണിമായി എങ്കിൽ
കിടക്കറയുടെ സ്വകാര്യതയിൽ ഒതുങ്ങിയ വെറും ഒരു ശരറാന്തലായിരുന്നു മഹാലക്ഷ്മി. ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ലോകത്ത് അവൾ സംതൃപ്തിയായിരുന്നു. തുളസിയായിരുന്നു എല്ലാവരിലും വെച്ച് ഏറെ വ്യത്യസ്ത. തണുത്ത ശാന്തതയായിരുന്നല്ലോ അവളിൽ. എങ്കിലും അത് സഹോദരിമാരെ ഭയപ്പെടുത്തി. കൊച്ചുകുട്ടിയാണ്. എന്നിട്ടും ഏട്ടത്തിമാരുടെ കണ്ണീർ ഹോമദ്രവമാക്കിയ അഗ്നിയിൽ നിന്ന് ഹവിസായി പൊട്ടിയുയർന്നവളായിരുന്നു തുളസി. യാത്ര പറയാൻ മാത്രമായി വന്നവർ പിരിഞ്ഞു. ഇല്ലത്തെ ജീർണിച്ച എട്ടുകെട്ടിനുള്ളിൽ ദേവയും വിഷ്ണുവും മാത്രമായി. മാസം തോറും ഒഴിവുദിനങ്ങൾ നോക്കി ദേവ പോയി വാസുദേവനെ കൂട്ടിക്കൊണ്ടുവരും. വാസുദേവൻ എത്തിയാൽ അവളുടെ ലോകം അവനിലേക്ക് ചുരുങ്ങും. വാസുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കണം, അവന് കൊണ്ടുപോകാൻ പലഹാരങ്ങൾ ഉണ്ടാക്കണം, ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം, ഓമനിക്കണം, അങ്ങനെ 100 ജോലികൾ. ഏകാന്തതയുടെ തുരുത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അത്തരം നിമിഷങ്ങളിൽ വിഷ്ണുവിൻ്റെ മനസ്സ് അവൾ പോലും അറിയാതെ ഷമീറിലേക്ക് പറന്നുപോകും. പലപ്പോഴും അയാൾ ഇല്ലത്തെത്തി. അപവാദത്തെക്കുറിച്ചുള്ള ഭയം വിഷ്ണുവിന് നഷ്ടമായി. പക്ഷേ അവർ സംസാരിച്ചിരുന്നത് അധികവും ഫാക്ടറിക്കെതിരെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന സമര പരിപാടികളെക്കുറിച്ചായിരുന്നു. ഷമീർ റോഷനും വിഷ്ണുപ്രിയയും അടക്കം ഫാക്ടറി പണിയുന്നതിനായി സ്ഥലവും വീടും ഒഴിപ്പിക്കപ്പെട്ട നിരവധി യുവാക്കളുണ്ടായിരുന്നു അവരുടെ സംഘത്തിൽ. വിഷ്ണുവിന് അച്ഛൻ്റെ പേരിലുള്ള 50 സെന്റ് പാടമേ നഷ്ടമായിരുന്നുള്ളൂ. ഷമീറും ഉമ്മയും കൊടിയൊഴിപ്പിക്കപ്പെട്ടവരാണ്. സംഘാംഗമായ മധുസൂദനൻ നായരും കുടുംബവും ഇപ്പോഴും സർക്കാരിൻ്റെ പൊന്നും വില മുഴുവൻ ഈടായി കിട്ടാത്തതിനാൽ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഹരിജനായ കാർത്യായനിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബത്തിലെ ഏക അഭ്യസ്തവിദ്യയാണ് അവൾ. കുടിയൊഴിപ്പിക്കപ്പെട്ടവൾ. അതുവരെ ഫാക്ടറിയിൽ അവൾക്കൊരു തൊഴിൽ ലഭിച്ചില്ല. വിവിധ തസ്തികകൾക്കായി നിരവധി തവണ അപേക്ഷകൾ അയച്ചു. നിരവധി തവണ ഇൻ്റർവ്യൂകൾ നടന്നു. അപ്പോയിൻമെൻ്റ് ചെയ്യപ്പെടുക കേന്ദ്രമന്ത്രിമാർ തൊട്ട് ഉയർന്ന പോലീസ് ഓഫീസർമാർ വരെയുള്ളവരുടെ ശുപാർശയിൽ വരുന്ന അന്യനാട്ടുകാരാണ്. ടൈപ്പിസ്റ്റായി അപ്പോയിൻമെൻ്റ് ചെയ്തവരിൽ പലർക്കും ടൈപ്പ് റൈറ്റിംഗ് അറിയില്ല. ടെസ്റ്റുകളുടെയും ഇൻ്റർവ്യൂകളുടെയും മാനദണ്ഡം എന്താണെന്നറിയാതെ വിഷണ്ണനായി നിൽക്കാനേ നാട്ടുകാരായ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞുള്ളൂ. മുകളിൽ നിന്ന് ശുപാർശയുമായി വരുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോലും സമയപരിധിയില്ല. അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്താൽ ഉടൻ ടെസ്റ്റും ഇൻ്റർവ്യൂവും നടക്കും. ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻകൂട്ടി ഉദ്യോഗാർത്ഥിക്ക് നൽകിയിരിക്കും. കോളങ്ങൾ തെറ്റാതെ പകർത്തി കൊടുക്കുകയേ വേണ്ടൂ. മണിക്കൂറുകൾക്കുള്ളിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ ടൈപ്പ് ചെയ്ത് കിട്ടിയിരിക്കും. അപേക്ഷ പൂരിപ്പിച്ച ദിവസം തന്നെ അയാൾക്ക് ജോയിൻ ചെയ്യാം, ജോലി ആരംഭിക്കാം. പുറത്തെ ഗേറ്റിൽ പൊരുവെയിലത്ത് കാത്തു നിൽക്കുന്ന വിഡ്ഢികൾ വിവരമറിയുന്നത് വളരെ വൈകിയായിരിക്കും. അവരുടെ ജൽപ്പനങ്ങൾ സൂര്യബിംബത്തെ നോക്കിയുള്ള ശ്വാനഗർജനമായി പരിണമിക്കുന്നു. ഷമീറും മധുവും ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും കടന്നവരാണ്. സ്റ്റെനോഗ്രാഫിയും വശമുണ്ട്. MA-കാരനായ ഷമീറിന് ഓവർ ക്വാളിഫിക്കേഷന് ന്യൂനതയാണ് ഇൻ്റർവ്യൂ ബോർഡ് കാണുന്നത്. എന്നാൽ SSLC-കാരനായ മധുവിനോ ഒരു ഷമീറിലോ മധുവിലോ സംഗതി ഒഴുതുങ്ങുന്നില്ല. 200ഓളം പോന്ന കൊടിയൊഴിപ്പിക്കപ്പെട്ട അഭ്യസ്തവിദ്യരായ യുവാക്കളാണ് ഫാക്ടറി വാതിൽക്കൽ മുദ്രാവാക്യങ്ങളുമായി അണിനിരുന്നത്. ഷമീറും വിഷ്ണുവും അവരുടെ മുൻനിരയിലുണ്ടായിരുന്നു. വേണ്ട മോളെ, സമരത്തിനൊന്നും പോകണ്ട. ദേവ വിഷ്ണുവെ ഉപദേശിച്ചു. കൈക്കൂലി കൊടുത്തിട്ടായാലും നിനക്കൊരു ജോലി സമ്പാദിച്ചു തരാൻ കഴിയും. അല്ലെങ്കിൽ എന്തിന്? ജോലിയില്ലെങ്കിൽ നമുക്കിനി ജീവിക്കാം. അപ്പേട്ടൻ എനിക്ക് തന്ന ബാങ്ക് ഡിപ്പോസിറ്റ് ഇപ്പോഴും അനക്കാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പേട്ടൻ്റെ ഡെപ്പോസിറ്റ് ഏട്ടത്തിക്കും വാസുദേവനും ജീവിക്കാനാണ്. അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് എനിക്കൊരു തൊഴിൽ വേണ്ട. അർഹമായത് പിടിച്ചു വാങ്ങാനാവുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കുകയെങ്കിലും ആകാമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘത്തെ സ്വാധീനിച്ചിരുന്നില്ല. സ്വതന്ത്രമായ സംഘടന, സ്വതന്ത്ര ചിന്തകരായ തൊഴിൽ രഹിതരുടെ സംഘടന. പുലരും മുതൽ അന്തിയാകും വരെ പൊരുവെയിലിൽ നിന്നവർ സമരം തുടർന്നു. അവസാനം ടെസ്റ്റും ഇൻ്റർവ്യൂവും കഴിഞ്ഞ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും കേവലം 12 പേർ ടൈപ്പിസ്റ്റ് ക്ലർക്കുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവരിൽ സംഘത്തിലെ അംഗവും കുടിയൊഴിപ്പിക്കപ്പെട്ട സ്ഥലവാസിയുമായ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, കാർത്യായനി. ബാക്കി 11 പേരിൽ അന്യസ്ഥാപനങ്ങളിൽ നിന്നും ശുപാർശകളുമായി വന്നവരുണ്ട്. എല്ലാ പേരും അന്യനാട്ടുകാർ. PM സമരസമിതിയുമായി കൺസിലിയേഷന് മുതിർന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ട സ്ഥലവാസികൾക്കിതാ പരിഗണന നൽകിയിരിക്കുന്നു. ദരിദ്രയായ ഒരു ഹരിജനാണ് കാർത്യായനി. വ്യക്തിയുമാണ്. ഡിസേർവ്ഡ് കാൻഡിഡേറ്റ്. ഡിസേർവ്ഡ് എന്ന് പറയണ്ട, റിസർവ്ഡ്. ഷമീർ പുച്ഛിച്ചു. മോഹിപ്പിക്കാൻ, നാവടക്കാൻ ഒരല്പ അപകർഷണം. സംഘം എതിർത്തു. കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാവരെയും സ്വാന്തനിപ്പിക്കാൻ ഒരാളെ തെരഞ്ഞെടുത്തു. അവൾ ഹരിജനായതുകൊണ്ട് വെറും ഒരു സംവരണക്കോട്ടയിൽ കാര്യവും സാധിച്ചു. ബാക്കി അപ്പങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വീതിച്ചു. സംഘത്തിനു വേണ്ടി ഷമീർ വാദിച്ചു. 12 ഒഴിവുകളുണ്ടെങ്കിൽ ആ 12 സ്ഥാനങ്ങളിലേക്കും സ്ഥലവാസികളെ തന്നെ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. മാനേജ്മെൻറ്റ് വേണ്ട, കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് മാത്രമായി പ്രഖ്യാപിക്കപ്പെട്ട
ആ 12 ഒഴിവുകളിൽ നേർപകുതി 6 സ്ഥാനങ്ങളിലേക്കെങ്കിലും അർഹരായ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെയും സ്ഥലവാസികളെയും തിരഞ്ഞെടുത്തുകൂടെ? ഉദ്യോഗാർത്ഥി സ്ഥലവാസിയോ അന്യദേശക്കാരനോ എന്നതല്ല തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മാനദണ്ഡം അയാളുടെ ക്വാളിഫിക്കേഷനും ജോലി ചെയ്യാനുമുള്ള കഴിവുമാണ്. എങ്കിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം എന്നുള്ള പ്രഖ്യാപനം ഒഴിവാക്കാമായിരുന്നു. ഒഴിവാക്കുന്നതെന്തിന്? കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ക്വാളിഫിക്കേഷനും ജോലി ചെയ്യാനുള്ള കഴിവുമുള്ള ആളിൻ്റെ സെലക്ഷൻ നൽകിയിട്ടുണ്ട്. ഓഹോ, അപ്പോൾ ഞങ്ങളിൽ മറ്റെല്ലാവരും ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും പരാജിതരായി അല്ലേ? സമ്മതിച്ചു. എങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് വെളിപ്പെടുത്തിക്കൂടെ? ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൂടെ? ഉടൻ PM ഒന്നുരുണ്ട് കളിക്കാൻ ശ്രമിച്ചു. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഉള്ള ഒഴിവുകളിലേക്കെല്ലാം സ്ഥലവാസികളെ മാത്രം തിരഞ്ഞെടുത്താൽ ഈ ഭൂഖണ്ഡത്തിലുള്ള മറ്റാർക്കും തൊഴിൽ വേണ്ടെന്നോ? ഷമീർ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ഫാക്ടറിയുടെ ജനനത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കേണ്ടി വന്ന സ്ഥലവാസികളായ ഞങ്ങൾക്ക് കോണുകളിൽ നിന്ന് ശുപാർശ കത്തുകൾ സംഘടിപ്പിച്ചെടുക്കാനുള്ള കഴിവില്ല. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ സ്ഥാപനത്തിൻ്റെ ഭരണയന്ത്രത്തിനെതിരെ നിങ്ങൾ അപവാദം തൊടുക്കുകയാണ്. നോ സർ, സത്യം പറയുകയാണ്. ഈ ഗ്രാമത്തിലെ വിദ്യാഭ്യാസവും തൊഴിലർഹതയും പരിശീലനവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്പം പ്രിഫറൻസ് നൽകണമെന്നാണ് ഉദ്ദേശിച്ചത്. പകരം ഞങ്ങളെ ഒഴിവാക്കിയിട്ടില്ല എന്നതിൻ്റെ തെളിവല്ലേ കാർത്യായനിയുടെ നിയമനം? അത് വെറും ഒരു അപ്പകഷ്ണമാണ് സാർ. കുരയ്ക്കുന്ന പട്ടിയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു എല്ലിൻതുണ്ട്. കാർത്യായനിക്ക് ലഭിച്ചതും നിങ്ങളുടെ സൗജന്യമല്ല, സംഭരണത്തിൻ്റെ ആനുകൂല്യമാണ്. തനിക്ക് കിട്ടിയ ആ എല്ലിൻതുണ്ട് നക്കാപ്പിച്ച വലിച്ചെറിയാൻ കാർത്യായനി തയ്യാറായിരുന്നു. എന്നാൽ സമരസമിതി അതിനെ തടഞ്ഞു. കിട്ടിയത് വലിച്ചെറിഞ്ഞും പിന്നോട്ട് ഓടിയുമല്ല നാം ജയിക്കേണ്ടത്, നേടിയത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചാണ്. ചർച്ച പരാജയപ്പെട്ടു. സമരം തുടർന്നു. 20 പേർക്ക് കൂടി ഉടൻ അപ്പോയിൻമെൻ്റ് ഓർഡർ അയക്കുന്നുണ്ടെന്ന ഒരു മോഹന വാഗ്ദാനം കൂടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആകട്ടെ, അതിലെ നീതിയും അനീതിയും വേർതിരിച്ച് കണ്ടിട്ട് ഞങ്ങൾ സമരം നിർത്താം, സംഘം അറിയിച്ചു. പേഴ്സണൽ മാനേജരെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് കമ്പനിയിൽ പ്രചരിച്ചിരുന്നത്. കൈക്കൂലി വാങ്ങാത്ത, അനീതികൾ ചെയ്യാത്ത, ശുപാർശകർക്ക് വശംവദനാകാത്ത ആൾ. എന്നിട്ട് നിയമനക്കാര്യത്തിൽ ഇത്രമാത്രം അനീതികൾ എങ്ങനെയുണ്ടായി? ജനം വാ തുറന്നു. അതിനിടയിൽ 1 മാസം മുമ്പ് നിയമിതരായ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും തങ്ങൾ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ, ഏത് മന്ത്രിയുടെ, ഏത് ഉദ്യോഗസ്ഥ മേധാവിയുടെ ശുപാർശ പ്രകാരമാണ് കസേരയിൽ എത്തിയതെന്ന കാര്യം തുറന്നടിക്കാൻ തുടങ്ങി. സമരത്തിൻ്റെ ചൂടും ചൂരും വർദ്ധിച്ചു. ഷമീറിനെ സ്വീകാര്യമായി PM തൻ്റെ വസതിയിലേക്ക് ക്ഷണിച്ചു, ഒരു പേഴ്സണൽ ടോക്കിന്. സമരസമിതിയുടെ നേതാവും തലച്ചോറുമായി ഷമീറുമായി ഒരു സുഹൃത്ത് സംഭാഷണത്തിലൂടെ മാനേജ്മെൻറ്റിൻ്റെയും സമരസമിതികളുടെയും നിലപാടുകളും കൺസിലിയേഷനുള്ള മാർഗങ്ങളും ഒരിക്കൽ കൂടി വിശകലനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഞാൻ ഒരിക്കലും കറപ്റ്റഡ് ആയിട്ടില്ല, PM തുടങ്ങി. ഏറ്റവും ന്യായമായതേ ഞാൻ ചെയ്യൂ. ന്യായമായതേ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഷമീർ പുഞ്ചിരിച്ചു. അടുത്ത ഷെഡ്യൂളിൽ 20 പേർക്ക് കൂടി അപ്പോയിൻമെൻ്റ് ഓർഡർ അയക്കുകയാണ്. അവരിൽ ഒരാൾ മിസ്റ്റർ ഷമീർ റോഷൻ ആയിരിക്കും. ഷമീർ നടുങ്ങിപ്പോയി. കുരയ്ക്കുന്ന പട്ടിയുടെ വായടപ്പിക്കുക, അതാണോ ലക്ഷ്യം? കരയുന്ന കുഞ്ഞിന് മാത്രം പാൽ, ചെലവ് കുറഞ്ഞ രീതിയിൽ കരച്ചിലൊതുക്കുക. സർ, സൗജന്യമാണെങ്കിൽ അത് എന്നേക്കാൾ അർഹരായവർ വേറെയുണ്ട്. മധുസൂദനനെ നോക്ക്, ഫാക്ടറിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടവനാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രതിഫല തുക ഇതുവരെ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ലഭിച്ചവ വാടക കൊടുത്തും ചെലവ് നടത്തിയും തീർന്നു. സ്വന്തം കിടപ്പാടം പോലുമില്ല. അയാളെക്കാൾ അർഹരായവർ വേറെയില്ലേ? ഹേമാവതി, ചന്ദ്രിക, സീനത്ത്, പത്മനാഭൻ, മേരി. ശരിയാണ് സാർ. നിങ്ങളുടെ സെക്രട്ടറി വിഷ്ണുപ്രിയ അന്തർജനം എങ്ങനെ? അവളും 100% എലിജിബിൾ അല്ലേ? തീർച്ചയായും സാർ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തീരുമാനിച്ചത് ഒരവസാനവുമില്ലാത്ത അത്തരം സെൻറ്റിമെൻസിലേക്ക് കണ്ണ് തിരിക്കേണ്ട എന്ന്. ഞങ്ങൾക്കൊന്നേ വേണ്ടു സാർ. എവിക്സിന് വേണ്ടി മാത്രമെന്ന് പ്രഖ്യാപിച്ച ഈ ഒഴിവുകളിൽ പകുതി മതി. പകുതിയെങ്കിലും ഞങ്ങളിൽ അർഹരായവർക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വേണ്ടേ? PMൻ്റെ മുഖം ഇരുണ്ടു. എനിക്ക് മാത്രമായി വേണ്ട, ഞങ്ങളിൽ ഏറ്റവും അർഹരായ 10 പേർക്കെങ്കിലും. ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. PMൻ്റെ സ്വരം ഉയർന്നു. വരുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ അയക്കണമോ വേണ്ടയോ? ഞങ്ങളിൽ എനിക്ക് മാത്രമാണെങ്കിൽ വേണ്ട. അതാണ് എൻ്റെ ഒരേ ഒരു മറുപടി. ഷമീർ എഴുന്നേറ്റു. അപ്പോൾ സമരം തുടരും? PM ചോദിച്ചു. തുടരും, ഉറച്ച മറുപടി. ഷമീർ ഇറങ്ങി പുറത്തേക്ക് പോന്നു. അന്നുച്ചയ്ക്ക് കമ്പനി ഗേറ്റിൽ വെച്ച് പോലീസ് ഷമീറിനെ അറസ്റ്റ് ചെയ്തു.
ഷമീർ തടവിലായെങ്കിലും അയാൾ അഴിച്ചുവിട്ട കൊടുങ്കാറ്റിൻ്റെ ശക്തി ഒട്ടും കുറഞ്ഞില്ല. സംഘത്തിൻ്റെ രോഷാഗ്നി കത്തിജ്വലിച്ചു. ഷമീറിൻ്റെ അറസ്റ്റിനെ അവർ ചോദ്യം ചെയ്തു അപലപിച്ചു. മുന്നണിയുടെ മുന്നിൽ നിന്നിരുന്നത് വിഷ്ണുപ്രിയയായിരുന്നു. ഒന്നെങ്കിൽ തൊഴിൽ, അല്ലെങ്കിൽ ജയിൽ. ഞങ്ങളിൽ ഒരാളെപ്പോലും അവശേഷിപ്പിക്കാതെ എല്ലാവരെയും ജയിലിലടയ്ക്കുക, എന്നിട്ട് മാത്രം ഫാക്ടറി പ്രവർത്തിപ്പിക്കുക. മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടുപോയതിൻ്റെ 3-ാം നാൾ ഷമീറിനെ പോലീസ് തിരികെ കൊണ്ടുവന്നാക്കി. വിവരം അറിഞ്ഞ ഉടൻ എല്ലാവരും ഷമീറിൻ്റെ കുടിലിലേക്ക് പാഞ്ഞു. ഇറിയത്തെ ചാരുകസേരയിൽ ചവച്ചു തുപ്പിയ ചണ്ടിയായി ഷമീർ കൂഞ്ഞിക്കൂടി കിടക്കുന്നു. കണ്ണിൽ വിതുമ്പി നിൽക്കുന്ന നനവ്. 3 ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങളുടെ മാറ്റം. അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ നിഴൽ മുഖത്തും ശരീരത്തിലും കാണാം. രോഗിണിയായ ഉമ്മ കാൽച്ചുവട്ടിലിരുന്ന് ഏങ്ങലടിച്ച് കരയുന്നു. എന്തുപറ്റി ഷമീർ? ഓരോരുത്തരായി ചോദിച്ചു. ഒരു നെടുവീർപ്പായിരുന്നു മറുപടി. വിഷ്ണു ഒഴികെ എല്ലാവരും പിരിഞ്ഞു. ഷമീറിൻ്റെ ഉമ്മയുണ്ടാക്കിയ ചക്കരക്കാപ്പിയുമായി വിഷ്ണു അവൻ്റെ അരികിലെത്തി. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തുപറ്റി ഷമീർ? പെട്ടെന്ന് ഭ്രാന്തമായി അവൻ പൊട്ടിക്കരഞ്ഞു. 2 കൈകളും കൊണ്ട് മുഖം പൊത്തി. ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല വിഷ്ണു. വിഷ്ണുവിനെ വിശ്വസിക്കാനായില്ല. എത്ര ധീരനായിരുന്നു! ആ വീറ് കണ്ട് അതിശയിച്ചിട്ടുണ്ട്. ആരാധനയോടെ നിർനിമേഷം നോക്കി നിന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അങ്ങേയറ്റം ദുർബലനായി. എന്താണ് ഉണ്ടായതെന്ന് പറയൂ ഷമീർ. എന്തുവന്നാലും ഞാനുണ്ട് ഷമീർ. വിഷ്ണു അവൻ്റെ ചുമലിൽ മൃദുവായി തലോടി. സ്നേഹത്തിൻ്റെ ആ കുളിർ സ്പർശം വീണ്ടും അവനെ വികാരാധീനനാക്കി. എൻ്റെ ശരീരം കൊണ്ട് എനിക്കിനി ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ജീവൻ തിരിച്ചു തന്നത് കോടതിയെ ഭയന്നാവും. സാരമില്ല ഷമീർ, വിഷ്ണു ആശ്വസിപ്പിച്ചു. ജീവൻ കിട്ടിയല്ലോ. അമർഷവും ആവേശവും കത്തുന്ന ആ മനസ്സിപ്പോഴും ഈ ശരീരത്തിനുള്ളിലുണ്ടല്ലോ. അതുമതി. നമുക്കിനിയും പൊരുതണം. വിഷ്ണു അവൻ അവളുടെ വിരൽത്തുമ്പിൽ പിടിച്ചു. എനിക്ക് നിരാശ തോന്നുന്നു. എന്തിന്? നമ്മുടെ കൂട്ടുകാർ എത്ര വേഗം പിരിഞ്ഞു. ഇവിടെ വന്നിട്ട് 15-20 മിനിറ്റുകളെ അവർ ചെലവിട്ടുള്ളൂ. അവർ വേഗം പോയി. എൻ്റെ അവസ്ഥ, എൻ്റെ തകർച്ച അവരെ തളർത്തിയിട്ടുണ്ടാവും. ഇല്ല, ഒരിക്കലുമില്ല. അവർ പിന്തിരിഞ്ഞാൽ എൻ്റെ ശരീരം ഞാൻ തുലച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാവും. ആരൊക്കെ പിന്തിരിഞ്ഞാലും ഈ വിഷ്ണു അണിയുടെ മുന്നിലുണ്ടാവും. കോഴ കൊണ്ട് ഇവൾ വീഴില്ല. എനിക്ക് ആ ഒരൊറ്റ പ്രതീക്ഷയേ ഉള്ളൂ. അവൻ അവളുടെ വിരലുകളിലെ പിടിമുറുക്കി. വിഷ്ണു തിരിച്ചുപോയി. അവൾ ഇല്ലത്തിൻ്റെ പടിപ്പുര കടന്നു ചെല്ലുമ്പോൾ കണ്ടു, മുറ്റത്ത് പോസ്റ്റ്മാൻ കാത്തു നിൽക്കുന്നു. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. നിറഞ്ഞ സംഭ്രമത്തോടെയാണ് അത് ഒപ്പിട്ട് വാങ്ങിയത്. കവർ വലിച്ചു കീറി. അപ്പോയിൻറ്റ്മെൻറ്റ് ഓർഡർ. വിഷ്ണു അടക്കം 10 പേർക്കാണ് ഓർഡർ വന്നിരുന്നത്. സമരസമിതിയുടെ ഡിമാൻഡ് മാനേജ്മെൻറ്റ് പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. മുന്നണിയിൽ നിന്ന് 10 പേരെയാണ് ഒരേയൊപ്പം ലിഫ്റ്റ് ചെയ്തത്. പ്രധാന സംഘാംഗങ്ങളിൽ ഒരാൾക്ക് മാത്രം എത്തിയില്ല, ഷമീറിന്. എല്ലാവരും കണ്ണിൽ നോക്കി. അടുത്ത പ്രഭാതത്തിൽ വിഷ്ണു ഓർഡർ എത്തിയ എല്ലാവരെയും ചെന്ന് കണ്ടു. ഷമീറിന് ഓർഡർ വരാത്തിടത്തോളം നമ്മൾ ജോയിൻ ചെയ്യണമോ? ഷമീറിന് ജോലി കൊടുക്കുക എന്നൊരു ഡിമാൻഡ് നമ്മൾ വെച്ചിരുന്നില്ലല്ലോ. ചോദിച്ചത് മധുസൂദനാണ്. ഉള്ള വേക്കൻസിയിൽ പകുതിയെങ്കിലും എവിക്സിന് നൽകുകയെന്നതായിരുന്നു നമ്മുടെ നിർദ്ദേശം. അത് പാലിക്കപ്പെട്ടിരിക്കുന്നു. ആ മറുപടി വിഷ്ണുവിനെ അമ്പരിപ്പിച്ചു. നമുക്ക് വേണ്ടിയാണ് ഷമീർ ജയിലിൽ പോയത്. ആ നന്ദി എന്നും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഇനിയും നീതിപൂർവമല്ലാത്ത സമരം തുടരാൻ പറ്റുമോ? ഗാന്ധിജി ജയിലിൽ കിടന്നിട്ടാണ് നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഗാന്ധി വധിക്കപ്പെട്ട ദിവസം അന്നത്തെ ജനങ്ങളിൽ ആരും ആത്മഹത്യ ചെയ്ത ചരിത്രമില്ലല്ലോ. വാദിച്ചത് പത്മനാഭനാണ്. വിഷ്ണുവിനെ ആ മറുപടി തളർത്തി. പാവം ഷമീർ. അയാളുടെ അവസ്ഥയിൽ ആർക്കും ദുഃഖമില്ല. എത്ര നിന്ദഹീനമായിട്ടാണ് ഇവർ പെരുമാറുന്നത്. ഷമീറിൻ്റെ കാമുകിയായതുകൊണ്ടാണോ തനിക്ക് മാത്രം ഈ വേപതു? കാമുകിയോ? ഞരമ്പിൽ കാമം തീണ്ടാത്തിടത്തോളം കാമുകി എന്ന പദത്തിന് എന്താർത്ഥം? താൻ ഷമീറിൻ്റെ കൂട്ടുകാരിയായിരുന്നു. തങ്ങൾക്കിടയിലുള്ള ചരടിന് ആത്മാർത്ഥത എന്ന് മാത്രമേ പേര് പറയാനാവൂ. ഷമീറിൻ്റെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നാം ഈ 10 പേരിൽ ആരെയെങ്കിലും ഒരാളെ ഒഴിവാക്കിയാലും ഷമീറിന് ജോലി കൊടുക്കേണ്ടത് ആവശ്യമാണ്. വിഷ്ണു അപേക്ഷിച്ചു. നമ്മിൽ ആരെയാണ് ഒഴിവാക്കേണ്ടത്? അത് പറ. വിഷ്ണു ഒഴിവാകുമോ? മധു ചോദിച്ചു. ഞാൻ തയ്യാറാണ്. ഏതായാലും ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അത് പറഞ്ഞത് ചന്ദ്രികയാണ്. പിന്നെ വിഷ്ണുവിനൊരു ഉപദേശവും. വിഷ്ണു, വെറുതെ വിഡ്ഢിത്തമൊന്നും കാട്ടരുത്. ഷമീർ ഒരാണാണ്. ഒന്നുമില്ലെങ്കിലും വല്ല പട്ടാളത്തിൽ ചേർന്നാലെങ്കിലും രക്ഷപ്പെടാം. പെണ്ണുങ്ങളായ നമ്മളോ? നാട്ടിലൊരു തൊഴിൽ കിട്ടുമ്പോൾ വികാരം കാണിച്ചത് തുലയ്ക്കരുത്. ഷമീറിന് ഒന്നുമില്ലെങ്കിലും പട്ടാളത്തിൽ പോയാലെങ്കിലും രക്ഷപ്പെടാമത്രേ. വിഷ്ണു പല്ലു കടിച്ചു. പട്ടാളത്തിലെങ്കിലും പ്രയോജനപ്പെടുത്താമായിരുന്ന ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടി തല്ലിച്ചതയ്ക്കപ്പെട്ടത്. രോഷം പുറത്തു കാട്ടിയില്ല. വിഷ്ണു മടങ്ങിപ്പോന്നു. ജോയിൻ ചെയ്യേണ്ട അവധിയുടെ പരിധി ദിനമായി. ഷമീർ ശ്രീഭോഗത്തെത്തി. വളരെ വിഷമിച്ച് ഏന്തി വരിഞ്ഞാണ് പടിപ്പുര കടന്നത്. ഉമ്മർത്ത തൂണും ചാരി വിഷ്ണു ഇരിക്കുന്നുണ്ടായിരുന്നു. ഷമീറിനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. ഓടിച്ചെന്നവൻ്റെ കൈ പിടിച്ചു.
അകവാതിലിൽ നോക്കി നിന്ന ദേവയ്ക്കും അതിൽ തെല്ലും അപാകത കാണാൻ കഴിഞ്ഞില്ല. അവൾ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. എന്തേ വിഷ്ണു ചെന്ന് ജോയിൻ ചെയ്യാത്തത്? വിഷ്ണു മുഖം താഴ്ത്തി. നമ്മൾ ഒന്നിച്ചു നിന്നവരാണ്. ഷമീറില്ലാതെ ഞാനില്ല. ഷമീറിൻ്റെ മുഖം കറുത്തു. വെറുതെ വിഡ്ഢിത്തം പറയരുത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയത് വലിച്ചെറിഞ്ഞ് പിന്നോട്ടോടിയല്ല നാം ജയിക്കേണ്ടത്, നേടിയാണ് ജയിക്കേണ്ടത്, നഷ്ടപ്പെടുത്തിയല്ല. നേടാൻ വേണ്ടി ചിലപ്പോൾ നഷ്ടം അനുഭവിക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ ആ ചൊല്ല് സംഗതമല്ല. ഇതൊരു കോഴയാണ്. ഷമീറിനെ ഒറ്റപ്പെടുത്താൻ ഞാനത് വാങ്ങില്ല. കോഴയായിട്ടാണെങ്കിലും ലഭിക്കുന്നത് ഒരു ജോലിയാണ്. നിനക്കത് ആവശ്യമാണ്. ഈ 10 പേർക്കും അത്യാവശ്യമാണ്. എന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഞാൻ മരിച്ചോട്ടെ. പക്ഷെ നമ്മുടെ ലക്ഷ്യം നാം ഏറെക്കുറെ നേടിയെടുത്തല്ലോ. ഷമീറിനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് അവൾ കരയാൻ ആരംഭിച്ചു. ഞങ്ങൾക്ക് വേണ്ടിയാണ് ഷമീർ അണി നയിച്ചത്, ജയിലിൽ പോയത്. ഷമീറിനെ കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. നോക്ക്, ഷമീർ പുഞ്ചിരിച്ചു. വിഷ്ണുവിന് ഈ ജോലി വേണ്ടെന്ന് വെച്ചാലും പകരം എനിക്ക് അവർ ജോലി തരില്ല. ശുപാർശകളുമായി വരുന്ന ഏതെങ്കിലും ഒരുവൻ ആ സ്ഥാനത്ത് പറ്റിക്കൂടും. വിഷ്ണുവിന് ജോലിയായാൽ മരുന്ന് മേടിക്കാനെങ്കിലും 10 രൂപ എനിക്ക് ചോദിക്കാലോ. ഇത് നഷ്ടപ്പെടുത്തിയാലോ? വിഷ്ണു മിണ്ടിയില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു. എനിക്ക് ജോലി കിട്ടാത്തതിൽ എനിക്ക് ദുഃഖമേ ഇല്ല. വിഷ്ണുവിന് കിട്ടിയല്ലോ. എൻ്റെ ശ്രമം വിജയിച്ചു. സത്യത്തിൽ വിഷ്ണു താനായിരുന്നു എൻ്റെ ശക്തി. അവൻ്റെ സ്വരം പതറി. ഇന്ന് തന്നെ കുട്ടി ജോയിൻ ചെയ്യണം. വിഷ്ണുവിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി ജോലി ചെയ്തുകൂടെ? ഷമീർ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവളൊന്ന് തേങ്ങി. ചായയുമായി ദേവി എത്തി. കണ്ണീർ തുടച്ച് വിഷ്ണു ചായ പകർന്ന് ലോട്ട ഷമീറിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. അന്ന് തന്നെ വിഷ്ണു ജോയിൻ ചെയ്തു. ഡെസ്പാച്ച് സെക്ഷനിലെ ടൈപ്പിസ്റ്റ്. സമരസമിതിയിലെ അംഗങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത സെക്ഷനുകളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വിറയ്ക്കുന്ന കാൽവെപ്പുകളോടെ തുടിക്കുന്ന ഹൃദയത്തോടെ വിഷ്ണുപ്രിയ CMൻ്റെ മുറിക്ക് മുന്നിലെത്തി. അനുവാദം വാങ്ങി അവൾ മുറിയിൽ കടന്നു. സ്വർണ്ണപ്രേമുള്ള കണ്ണടയും വിശാലമായ കഷ്ടിയുമുള്ള വെളുത്തു തുടുത്ത മുഖം. ഇരിക്കൂ. വിഷ്ണു ഇരുന്നില്ല. കമോൺ, എന്താണ് ആവശ്യം? സർ, സമരസമിതിയുടെ സെക്രട്ടറി ആയിരുന്ന SN വിഷ്ണുപ്രിയയാണ് ഞാൻ. വിഷ്ണുപ്രിയ അന്തർജനം. അദ്ദേഹം പുഞ്ചിരിച്ചു. സമരസമിതിയുടെ സെക്രട്ടറി അല്ല, നിങ്ങളിപ്പോൾ ഇവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങൾ തുടർന്ന സമരമാണ് എന്നെ ഇവിടുത്തെ സ്റ്റാഫാക്കിയത്. സ്വർണം പ്രേമുള്ള കണ്ണടയ്ക്കപ്പുറം കണ്ണുകൾ ചെറുതായി. സമരമല്ല, നിങ്ങൾ പൂരിപ്പിച്ച് സമർപ്പിച്ച അപേക്ഷയും ടെസ്റ്റിൽ നിങ്ങൾ കാണിച്ച സാമർഥ്യവും ഇൻ്റർവ്യൂവിൽ നിങ്ങൾ തന്ന ഉത്തരങ്ങളുമാണ് നിങ്ങളെ ഇവിടുത്തെ സ്റ്റാഫാക്കി മാറ്റിയത്. എങ്കിൽ എന്നേക്കാൾ നന്നായി അപ്പിയർ ചെയ്ത വേറെയും കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. ഷമീർ റോഷൻ തന്നെ ഉദാഹരണം. ആര് പറഞ്ഞു നിങ്ങളോട് ഈ വിവരം? ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ട് നിങ്ങളാണോ സൂക്ഷിക്കുന്നത്? വിഷ്ണു മന്ദർജിച്ചു. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിട്ടും റാങ്ക് ലിസ്റ്റ് പോയി പ്രസിദ്ധപ്പെടുത്തുന്ന പതിവില്ലാത്തപ്പോൾ ആ റിസൾട്ടുകൾ എനിക്കെങ്ങനെ അറിയാനാവും സാർ? യു വുമൺ. PMൻ്റെ ചുണ്ടുകൾ രോഷത്താൽ വിറയ്ക്കാൻ തുടങ്ങി. ഷമീറിന് വേണ്ടി എൻ്റെ അവസരം ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഹൗ ഓൾഡ് ആർ യു? 21. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വികാരത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിലെ തൊഴിൽ നിയമനം പിള്ളേര് കളിയാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? പിള്ളേര് കളിയാവരുത് സാർ. അതാണ് എനിക്കും പറയാനുള്ളത്. ലോട്ടറിക്ക് നറുക്കെടുക്കുന്നത് പോലെയും ആയിരിക്കരുത്. വാട്ട് യു മീൻ? അർഹതയുള്ളവർ പുറത്തു നിൽക്കുന്നുവെന്ന് എനിക്ക് തീർച്ചയുണ്ട്. സമരസമിതിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ട് അറിയാൻ ആഗ്രഹവുമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മിസ്റ്റർ ഷമീർ റോഷൻ്റെ ഭാര്യയോ കാമുകിയോ? വിഷ്ണുവിൻ്റെ മുഖം ചുവന്നു. ഇത്ര സില്ലിയായ ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങളാണോ അല്പം മുമ്പ് എനിക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചത്? PMൻ്റെ മുഖം ഇളറി. എങ്കിലും പെട്ടെന്ന് അദ്ദേഹം ഊർജ്ജം വീണ്ടെടുത്തു. ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ടല്ലേ കാണേണ്ടത്? കാണിക്കാം. സമരസമിതിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് താങ്കളെ മാത്രം കാണിക്കാം. പക്ഷേ ഔദ്യോഗികമായി അത് കാണിക്കേണ്ട ചുമതല എനിക്കില്ല. അതുകൊണ്ട് പേഴ്സണലായിട്ട് നാളെ വൈകുന്നേരം എൻ്റെ വസതിയിൽ വരൂ. എൻ്റെ സ്റ്റാഫായല്ല, സമരസമിതിയുടെ സെക്രട്ടറിയായി. ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ട് അതിൽ പങ്കെടുത്തവരെ ഔദ്യോഗികമായി കാണിക്കേണ്ട ചുമതല മാനേജ്മെൻറ്റിന് ഇല്ലെന്ന് പറയുന്നത് കേവലം വിഡ്ഢിത്തമല്ലേ? അങ്ങനെയൊരു കീഴ്വഴക്കം ഇല്ല തന്നെ. അങ്ങനെയൊരു നിയമം ഇല്ലെന്നാണോ? എങ്കിൽ നോ മോർ ടോക്ക്. പേഴ്സണൽ മാനേജർ അലറി. നാളെ വരൂ. റിസൾട്ട് അറിഞ്ഞ ശേഷം നിങ്ങളിനി എന്നോട് സംസാരിച്ചാൽ മതി. വിഷ്ണു വേഗം പുറത്തിറങ്ങി. വൈകുന്നേരം അവൾ ഷമീറിനെ കണ്ടു. സംഘാംഗങ്ങളെ കണ്ടവർ ചർച്ച ചെയ്തു. കമ്പനിയിലെ സ്റ്റാഫായി കഴിഞ്ഞ സംഘാംഗങ്ങൾ ആരും വിഷ്ണുവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചില്ല. എന്തിനാ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ടും റാങ്ക് ലിസ്റ്റും അറിയുന്നത്? നമ്മൾ ഏതായാലും കടന്നുകൂടി. അപ്പം തിന്നാ പോരെ? കുഴി എണ്ണണോ? ഒറ്റക്കെട്ടായ ചോദ്യം. എത്ര ബാലിശമായ സംസാരം! വിഷ്ണു ആക്ഷേപിച്ചു. സ്വാർത്ഥത. തീവണ്ടിയുടെ 2ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നവരുടെ നിയമമാണിത്. നമ്മൾ ഏതായാലും കടന്നുകൂടി ഉടൻ വാതിലടയ്ക്കുക.
ഇനി വണ്ടിയൊന്ന് വിട്ടാൽ മതി. പുറത്തു നിൽക്കുന്നവരെ പറ്റി യാതൊരു ചിന്തയുമില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല കുട്ടി. ആ മറുപടിയോടെ ഏറെപ്പേരും ഒഴിഞ്ഞുപോയി. കമ്പനിക്കുള്ളിൽ കടന്നുകൂടാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നവർക്കേ വിഷ്ണുവിൻ്റെ ധാർമ്മികരോക്ഷത്തോട് അല്പമെങ്കിലും മാനസിക പിന്തുണ ഉണ്ടായുള്ളൂ. എങ്കിലും കമ്പനിക്കകത്തു കടന്നുള്ള കയ്യാങ്കളികൾക്ക് അവരും തെല്ലും തയ്യാറല്ലായിരുന്നു. സമരം തുടരുന്നതിലുള്ള ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടിരുന്നു. ഷമീറിൻ്റെ അനുഭവം അവരെ തളർത്തിയിരുന്നു. മാനേജ്മെൻറ്റിനെ പിണക്കാതിരിക്കുകയാണ് അല്പമെങ്കിലും ദയാകടാക്ഷം ഉണ്ടാവാനുള്ള വഴിയെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു. മാനേജ്മെൻറ്റെന്ന് നിങ്ങൾ പറയുന്നു. ഈ ഫാക്ടറി ഒരുത്തൻ്റെയും കുടുംബസ്വത്തല്ല. അവൻ്റെ പ്രീതിക്ക് കാത്തു നിൽക്കാൻ. ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. വിഷ്ണുവിൻ്റെ ഭാഷ വികാരത്തിൻ്റേതാണ്, വിവേകത്തിൻ്റേതല്ല. ഷമീറിൻ്റെ ബന്ധു കൂടിയായ സീനത്താണത് പറഞ്ഞത്. അവൾ ശരിക്കും നടുങ്ങിപ്പോയി. പേഴ്സണൽ മാനേജർ പറഞ്ഞ അതേ വാചകം, അകത്തും പുറത്തും ഒരേ ശബ്ദം. സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് താൻ വികാരം കൊള്ളുന്നത്? തനിക്ക് വേണ്ടിയാണോ? അവൾക്ക് നിരാശയും ദുഃഖവും തോന്നി. അടുത്ത ദിവസം വൈകുന്നേരം പേഴ്സണൽ മാനേജറുടെ വസതിയിൽ പോകാൻ വിഷ്ണുപ്രിയ ഒരു സംഘം യുവാക്കളുടെ തുണയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവൾക്ക് പിന്നിൽ പരീക്ഷണനും പരിതപ്തനുമായ ഒരേയൊരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ, ഷമീർ റോഷൻ. ഗേറ്റിന് പുറത്ത് ഷമീറിനെ നിർത്തിയാണ് അവൾ അകത്ത് കടന്നത്. ഒഴിഞ്ഞ കൊച്ചു ബംഗ്ലാവ്. പോർച്ചിൽ PM-ന്റെ കാർ വിശ്രമിക്കുന്നു. നിശബ്ദമായ പരിസരം. ഇവിടെ അദ്ദേഹം മാത്രമേ ഉള്ളോ? ഭാമിനി എവിടെയെങ്കിലും പോയിരിക്കുമോ? താൻ പുറപ്പെട്ടതൊരു സാഹസത്തിനല്ലേ? അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുൻവാതിൽ തുറക്കപ്പെട്ടു. വാതിൽ വിരി ഒതുക്കി നിന്ന് പുഞ്ചിരിക്കുന്നു അദ്ദേഹം. ഓഫീസിൽ കണ്ട മുഖമല്ല, പുതിയ മുഖം, പുതിയ ഭാവം. ഓഫീസിലെ ചെന്നായി ഒരു മാൻകുട്ടിയായി മാറിയിരിക്കുന്നു. കടന്നു വരൂ. സ്നേഹപൂർവ്വമുള്ള ക്ഷണം. തേൻതുള്ളിയായി ചുണ്ടിൽ പറ്റിപ്പിടിച്ച പുഞ്ചിരി. വിഷ്ണു അപ്പോഴും പരിങ്ങി നിന്നു. അകത്തു വരൂ. തനിക്ക് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ട് കാണണ്ടേ? റാങ്ക് ലിസ്റ്റ് കാണണ്ടേ? വിഷ്ണു മുറിയിലേക്ക് കടന്നു. ഏതായാലും ഒരുങ്ങി പുറപ്പെട്ടു. ഇനി നേരിടുക തന്നെ. തനിക്ക് വേണ്ടിയല്ല താനിത് ചെയ്യുന്നത്. എങ്കിൽ ആർക്കു വേണ്ടി? ആരാണ് തന്നെ ഇതിനെ നിയോഗിച്ചിരിക്കുന്നത്? തൻ്റെ മനസാക്ഷിയല്ലാതെ മറ്റാരുണ്ട് തനിക്കൊരു തുണയുണ്ട്. ഗേറ്റിൽ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരൻ. ഇരിക്കെ PM നിർദ്ദേശിച്ചു. അലങ്കൃതമായ മുറി, കുഷൻ സീറ്റുകൾ, അങ്ങിങ്ങ് വർണ്ണ വിളക്കുകൾ തിളങ്ങുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഭാര്യയും മകനും വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് തന്നെ ഞാൻ നിർദ്ദേശിച്ചത്. വിഷ്ണു വിളറിപ്പോയി. വിഷ്ണു പേടിക്കേണ്ട. ഞാൻ പറഞ്ഞതിനർത്ഥം ഇത്രയേയുള്ളൂ. ഹൈലി കോൺഫിഡൻഷ്യലായ ചില പേപ്പേഴ്സാണ് ഞാൻ മിസ് വിഷ്ണുവിനെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റേതായ പ്രൈവസി ആവശ്യമില്ലേ? അയാൾ മെല്ലെ ചിരിച്ചു. വല്ലാത്തൊരു ചിരി. ആ ചിരിയിൽ വിഷ്ണുവിന് ആശങ്ക തോന്നി. ബോയ്, പെട്ടെന്ന് PM വിളിച്ചു. ഒരു പയ്യൻ ഓടി വന്നു. അതുവരെ അങ്ങനെയൊരു ജീവി കൂടി ആ വീട്ടിലുണ്ടായിരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും തോന്നിയിരുന്നില്ല. കറുത്തു മെല്ലിച്ച ചെക്കൻ, കാക്ക കണ്ണുകൾ, അതിൽ കപടത തോന്നുന്ന നോട്ടം, നീചൻ എന്ന ഒറ്റ കാഴ്ചയിലെ തോന്നിപ്പിക്കുന്ന പ്രകൃതം. എന്തുണ്ടറാ കഴിക്കാൻ? PM അവനോട് ചോദിച്ചു. ഇപ്പം കൊണ്ടുവരാം. അവനകത്തേക്ക് ഓടി. നിമിഷം കൊണ്ട് അവന് കൊണ്ടുവന്നത് ഒരു നീണ്ട ഏശക്കുപ്പിയും 2 ഗ്ലോബ്ലെറ്റുകളുമാണ്. വീണ്ടും ഓടി. മടങ്ങി വന്നത് വലിയൊരു പ്ലേറ്റിൽ നട്ട്സുമായാണ്. വിഷ്ണു വല്ലാതെ വിയർക്കാൻ തുടങ്ങി. തൻ്റെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തു തന്നെയായാലും താൻ കടന്നു വന്നിരിക്കുന്നത് എവിടേക്കാണ്? ഒരു പുരുഷൻ മാത്രമുള്ള വീട്ടിലേക്ക്. പരിചാരകനുണ്ടെങ്കിലും അയാളുടെ ആജ്ഞാനുവർത്തിയായിരിക്കും. അയാളുടെ വീട്ടിലെ അടഞ്ഞ മുറിക്കുള്ളിലാണ് താൻ. എന്തു സംഭവിക്കാം? തന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. അവൾ സ്വയം സമാധാനപ്പെടുത്തി. ഒന്ന് നീട്ടി വിളിച്ചാൽ മതി. അവശനെങ്കിലും ഷമീർ അവിടെ പാഞ്ഞെത്തും. PM എന്ന ഈ അഴുകിയ രാവണനെ ചവിട്ടി വീഴ്ത്താൻ ഇപ്പോഴും ഷമീർ ഒരാൾ മതി. അവൾ വാച്ചിൽ നോക്കി. സമയം വൈകുന്നു സാർ. ഓ, എക്സ്ട്രീംലി സോറി. ഉടൻ അദ്ദേഹം എഴുന്നേറ്റു. 2 ഗോബ്ലെറ്റുകളിലും മദ്യം നിറച്ചു. ഒരു ഗോബ്ലെറ്റ് ചൂണ്ടി അവളോട് അഭ്യർത്ഥിച്ചു. പ്ലീസ് ടേക്ക്. നോ താങ്ക്സ്. അവളൊന്ന് ഇളകിയിരുന്നു. അപ്പോൾ ഒരു പൊട്ടിച്ചിരിയോടെ അയാൾ അകത്തേക്ക് നടന്നു. തിരിച്ചു വന്നത് 2 ഫയലുകളുമായാണ്. PM ഫയലുകൾ 2 അവൾക്ക് മുന്നിൽ തുറന്നു വെച്ചു. നോക്ക്, ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ടുകളാണ്. 2ലും ഒന്നാമൻ ആരെന്ന് നോക്ക്. വിഷ്ണു നടുങ്ങി. അവളുടെ കണ്ണുകൾ തീക്കുണ്ടങ്ങളായി. യെസ്, ഷമീർ റോഷൻ. പരിഹാസച്ചിരി. പക്ഷേ അവൻ സെലക്ട് ചെയ്യപ്പെടാതെ പോയത് ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും വെളിയിലുള്ള അവൻ്റെ അപ്പിയറൻസ് തീരെ മോശമായതുകൊണ്ടാണ്. സമരം ചെയ്തതുകൊണ്ട്? അതെ, കൺസിലിയേഷന് പോലും വഴങ്ങാത്ത സമരം തുടർന്നതുകൊണ്ട്. ഞാൻ ഈ പേപ്പേഴ്സ് കണ്ടു. നിങ്ങൾക്കതിൽ ഭയമില്ലേ? PM വീണ്ടും പൊട്ടിച്ചിരിച്ചു. എന്തിനു മോളെ? എന്നെ നിങ്ങൾക്കറിയില്ല. ഈ രഹസ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സിംഹിയെയാണ്. നീ ആരാണെന്ന് നീ പൂരിപ്പിച്ച അപേക്ഷാഫോറം കയ്യിൽ എത്തിയ നിമിഷം മുതലേ എനിക്കറിയാം. ഒരു സിംഹി കടന്നു വരുമ്പോൾ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് നല്ല ഒന്നാന്തര ഇരുമ്പുകൂടൊന്ന് തീർത്തിട്ടാണ് മുറിയുടെ വാതിൽ തുറന്ന് നിന്നെ ഇതിനകത്തേക്ക് ഞാൻ കടത്തിയത്.
വിഷ്ണു ഒന്ന് കിടുങ്ങി. അവൾക്ക് ഭയവും ശങ്കയും തോന്നി. എന്താണ് അയാൾ ഉദ്ദേശിച്ചത്? അവൾ സൂത്രത്തിൽ പുറത്തേക്ക് നോക്കി. ജാലകത്തിൻ്റെ ഗ്ലാസുകളിലൂടെ ഗേറ്റ് കണ്ടുകൂടാ. ഗേറ്റിൽ ഷമീർ കാത്തു നിൽക്കുകയാവും. അറിയേണ്ടത് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അപകടമൊന്നും ക്ഷണിച്ചു വരുത്താതെ ഉടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവളുടെ ചിന്തകൾ അയാൾ വായിച്ചു കഴിഞ്ഞിരുന്നു. വിഷ്ണുപ്രിയ, പേടിക്കണ്ട, ഗേറ്റിൽ അവനില്ല. നീ അകത്ത് കടക്കും മുമ്പേ ഞാൻ പോലീസിൽ വിവരമറിയിച്ചിരുന്നു. ഇതിനകം ജീപ്പ് എത്തി അവനെ തൂക്കിയെടുത്ത് പോയി കാണും. പഴയ പുള്ളിയല്ലേ? വിഷ്ണു അമ്പയെ തളർന്നുപോയി. അപ്പോൾ PM വലതു കൈ അവളുടെ ഇടത് ചുമലിൽ സ്പർശിച്ചു. അവൾ കുതറിമാറി. PM ചിരിച്ചു, കാമാസക്തമായി ചിരി. വീണ്ടും പുതിയൊരു മുഖം. ഇനി ഈ കളി കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല കുട്ടി. മധുരമായൊരു രാത്രി വെറുതെ പാഴാക്കുന്നത് എന്തിന്? അയാൾ വീണ്ടും അവളോടടുത്തു. നീ കമ്പനിയിലെ വെറും ഒരു ടൈപ്പിസ്റ്റാണ്. പക്ഷേ നിനക്ക് അഭിമാനിക്കാം. നീ ഈ സ്ഥാപനത്തിൻ്റെ പേഴ്സണൽ മാനേജരോടൊത്ത് കിടക്ക പങ്കിട്ടവളാണ്. ആ കെയർ ഓഫിൽ നിനക്ക് ഇത്രയും ഫേവേഴ്സും പ്രിവിലേജസും എന്നിൽ നിന്നും നേടാം. നോ, അവൾ അലറി. നിന്നെപ്പോലൊരു മൃഗത്തെ തൊട്ടാൽ മതി. എനിക്കത് അപമാനമാണ്. എന്നെന്നും ഓർത്ത് ലജ്ജിക്കാനും അറയ്ക്കാനും പോകുന്ന ഒരു അപമാനം. അവൾ പുറത്തേക്കുള്ള വാതിൽ തുറക്കാനായി ഹാൻഡിലിൽ പിടിച്ചു. യു മക്, PM വിളിച്ചു. അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. നോക്ക്, എത്ര ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും എത്ര ഉച്ചത്തിൽ അലറിക്കരഞ്ഞാലും എൻ്റെ ആവശ്യം നടക്കാതെ നിനക്കിതിനുള്ളിൽ നിന്ന് പുറത്തു കിടക്കാനാവില്ല. ചതി, അവൾ ചീറി. അതെ, ചതി. നീ എന്നെ ചതിക്കാതിരിക്കാൻ ഞാൻ നിന്നെ ചതിക്കുന്നു. അയാൾ ശാന്തമായി അറിയിച്ചു. ഞാൻ നിങ്ങളെ ചതിക്കുന്നത് എന്തിന്? റാങ്ക് ലിസ്റ്റ് കാണണമെന്ന് വാശി പിടിച്ചവൾ നീയാണ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. നിന്നെ അത് കാണിച്ചു. എന്നാൽ റാങ്ക് ലിസ്റ്റിലെ ആ രഹസ്യവുമായി നീ അങ്ങനെ പോവാൻ ഞാൻ അനുവദിക്കില്ല. നീ തന്നെ പറഞ്ഞല്ലോ നീ ഒരു സിംഹിയാണെന്ന്. നീ പറയും മുമ്പേ എനിക്കതറിയാം. സിംഹി അല്ലെങ്കിൽ നീ എന്നോടത് ആവശ്യപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും മുൻകരുതലെടുത്തു, എൻ്റെ രഹസ്യം നീ ചോർത്താതിരിക്കാൻ. ചോർന്നാൽ നിന്റെ സൽപ്പേര് തകരുന്ന മറ്റൊരു രഹസ്യം കൂടി നിനക്ക് തരും. അയാൾ വീണ്ടും അവളുടെ അരികിലേക്ക് ചെന്നു. അവൾ ഭയന്ന് പിന്നിലേക്കും. ഒടുവിൽ വാൾപേപ്പർ പൊതിഞ്ഞ് ചുമരിൽ തട്ടി അവൾ തടയപ്പെട്ടു. പെട്ടെന്ന് അവൾ സാരിക്കുത്തിൽ കൈയമർത്തി. സകല രക്ഷാമാർഗവും നഷ്ടപ്പെട്ടാൽ ഉപയോഗിക്കാൻ കരുതിയിരുന്ന ആയുധം സുരക്ഷിതമായി സ്ഥാനത്തുണ്ട്. പക്ഷെ അത്തരമൊരു നീക്കത്തെ അവൾ ഭയന്നു. സ്നേഹബന്ധങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകന്ന് തടവറകളിൽ കഴിയാൻ വയ്യ. പെട്ടെന്ന് അയാൾ ഇരു കൈകളും നീട്ടി അവളെ പിടിച്ചു. അവൾ കുതറി. പക്ഷെ അവളിലുള്ള അയാളുടെ പിടി ഒന്നുകൂടി മുറുകിയതേയുള്ളൂ. അയാൾ അവളുടെ കാതിൽ മന്ത്രിച്ചു. കുതറാതെ വഴങ്ങുന്നതാണ് വിഷ്ണു നല്ലത്. നമുക്ക് ഇരുവർക്കും ഓർക്കാൻ മധുരിക്കുന്ന കുറേ നിമിഷങ്ങൾ. അയാളുടെ കിതപ്പിലും നിശ്വാസത്തിലും കാമം ത്രസിച്ച് തുള്ളി. രണ്ടുപേർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഒരേയൊപ്പം നാം ചിലതൊക്കെ നേടുകയാണ്. അല്ലേ അല്ല. അവൾ സർവ്വശക്തിയും എടുത്ത് പിടഞ്ഞകലാൻ ശ്രമിച്ചു. മരിക്കേണ്ടി വന്നാലും ഞാൻ വഴങ്ങില്ല. കൊല്ലേണ്ടി വന്നാലും ഞാൻ. അപ്പോഴേക്കും അയാൾ അവളെ വാരിയെടുത്ത് കഴിഞ്ഞിരുന്നു. വിടൂ, അവൾ ഉറക്കെ ആർത്തു. എന്നെ നശിപ്പിക്കുന്ന ഒപ്പം നിങ്ങളും നശിക്കാൻ പോവുകയാണ്. ആരും നശിക്കുന്നില്ല പെണ്ണെ, രക്ഷപ്പെടുകയാണ്. അഗ്നിയെയാണ് നിങ്ങൾ കോരിയെടുക്കുന്നത്. പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. അയാൾ അവളെ അടുത്ത മുറിയിലെ കിടക്കയിലേക്ക് എറിഞ്ഞു. ഒപ്പം അവളിലേക്ക് ചാടി വീണു. ഞൊടിയിട കൊണ്ട് വിഷ്ണുവിൻ്റെ സ്വതന്ത്രമായ വലതുകരം പ്രവർത്തിച്ചു. ദാരുണമായ ഒരലർച്ച. പ്രാണവേദനയോടെ PM മലർന്നു വില്ലുപോലെ വളഞ്ഞു. ഷമീർ നൽകിയിരുന്ന കത്തി അവൾ PM വയറിൽ നിന്ന് പറിച്ചെടുത്തു. കത്തിയുമായി അവൾ ചാടി എഴുന്നേറ്റു. പെട്ടെന്നാണ് അവൾക്ക് ബോധം വീണത്. അവൾ വീണ്ടും തിരിഞ്ഞു. കിടക്കയിൽ കിടന്ന് പിടയുന്ന മനുഷ്യനെ നോക്കി. അവളുടെ കണ്ണുകളിൽ വീണ്ടും തീക്കുണ്ടങ്ങളായി. ഇല്ല, ഈ പിശാചി ഇനിയും ഈ സിംഹാസനത്തിൽ ഇരുന്നു കൂടാ. ഇനിയും ഇവൻ അക്രമങ്ങളും അനീതികളും ചെയ്യാൻ പാടില്ല. ഈ ചരിത്രം ഇവിടെ അവസാനിക്കട്ടെ. അവൾ വീണ്ടും കത്തി അയാളുടെ നെഞ്ചിൽ കുത്തിയിറക്കി. വീണ്ടും വീണ്ടും നെഞ്ചിൽ നിന്ന് വയറ്റിലേക്ക് കത്തി വലിച്ചു വാർന്നു. അപ്പോഴേക്കും കാബാലികൻ്റെ മുഖമുള്ള ബോയ് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. കത്തി ഊരി അവൾ തിരിഞ്ഞു. അവൻ കാറിക്കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. ഗേറ്റിൽ ഷമീറില്ല. ചോരയൊലിക്കുന്ന കത്തിയുമായി നിന്ന് അവൾ ഉറക്കെ കരഞ്ഞു. പിന്നെ റോഡിലൂടെ ഭ്രാന്തിയെപ്പോലെ ഓടാൻ തുടങ്ങി. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവൾ ആദ്യം ചെന്നത് ഷമീറിൻ്റെ വീട്ടിലാണ്. പുകതുപ്പുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അപ്പോഴും ഉമ്മ ഷമീറിനെ കാത്തിരിക്കുകയായിരുന്നു. ഷമീർ ഇതുവരെ വന്നില്ല മോളെ. എവിടെ പോയി കിടക്കുന്നോ എന്തോ. എന്താ മോളുടെ കയ്യിൽ? മോൾ എന്തിനേ ഇരുട്ടത്ത് വന്നേ? മുറ്റത്തെ ഇരുളിൽ നിന്ന് അവളോട് ഉമ്മ ചോദിച്ചു. ഷമീറിനെ പോലീസ് കൊണ്ടുപോയി എന്ന് PM പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് തീർച്ചയായി. ഇനി തിരികെ കൊണ്ടുവരിക ജീവനോടെ ആയിരിക്കുമോ അതോ മൃതദേഹമായോ? ഏതായാലും താൻ എല്ലാറ്റിനും പകരം വീട്ടി കഴിഞ്ഞുവല്ലോ. ഞാൻ പോണു. അവൾ ഇരുളിലേക്ക് ഇറങ്ങി ഓടി. പടിപ്പുര കടന്ന് ഇല്ലത്തിൻ്റെ മുറ്റത്തെത്തുമ്പോൾ
ഉമ്മറച്ചുവര് ചാരി വിഷാദത്തിൻ്റെ പ്രതിരൂപമായി കാത്തിരിക്കുകയാണ് ദേവേട്ടത്തി. ദേവേട്ടത്തി എങ്ങനെ വിവരം അറിയിക്കും? വിഷ്ണുവിൻ്റെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. ഇനി മുതൽ ദേവേട്ടത്തി എന്നേക്കുമായി ഈ എട്ടുകെട്ടിൽ ഒറ്റപ്പെടുകയാണ്. പാവം, ഇല്ലത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം അനുഭവിച്ചു, ഒത്തിരി കണ്ണീർ കുടിച്ചു. ഈ നിരന്തരം നടക്കുന്ന വാർത്തകളും ഹൃദയം തകർക്കുന്ന ദുരന്തങ്ങളുമേ അവർക്കുണ്ടായിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ താൻ നൽകാൻ പോകുന്നതോ? ദേവേട്ടത്തി, വിഷ്ണുമോളെ. ദേവ ചാടി എഴുന്നേറ്റു. നീ എന്തേ ഇത്ര വൈകിയത്? ഞാൻ എത്ര ഭയന്നു. ഭയന്നത് തന്നെ സംഭവിച്ചു. വിഷ്ണു പൊട്ടിക്കരഞ്ഞു. ഭയന്നതിൽ എത്രയോ ഭയങ്കരമായതാണ് സംഭവിച്ചത്. ഞാൻ അയാളെ കൊന്നു ഏട്ടത്തി. ചോരയിൽ നനഞ്ഞ കത്തിയുമായി അവൾ ദേവിയുടെ കാൽക്കൽ വീണു. മോളെ. അതിദീനമായൊരു വിളി. ദേവിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. എന്നിട്ടും കാൽക്കൽ വീണ് കിടക്കുന്ന അനുജത്തി അവൾ വാരിയെടുത്തു. നീ ഭ്രാന്ത് പറയുകയാണോ? വിഷ്ണു പറയുന്നത് ഭ്രാന്തായിരുന്നെങ്കിൽ എന്ന് ദേവ ആശിച്ചു. അല്ല ഏട്ടത്തി. അവൾ കത്തി വെളിച്ചത്തിലേക്ക് നീട്ടിക്കാണിച്ചു. അമ്മേ, എൻ്റെ ദൈവമേ. ദേവ അലറിക്കരഞ്ഞു. കരയരുത് ഏട്ടത്തി. പോലീസ് ഇപ്പോൾ വരും, എന്നെ കൊണ്ടുപോകും. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. പോകും മുമ്പ് ഷമീറിനെ ഒന്ന് കാണാൻ. അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ജീവനോടെ ഷമീർ ഇവിടെ തിരിച്ചു വന്നാൽ ഏട്ടത്തി ഷമീറിനോട് പറയണം എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ. ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. ഇന്ന് വരെ എനിക്കത് നേരിൽ പറയാൻ കഴിഞ്ഞില്ല. ഏട്ടത്തി ഷമീറിനോട് പറയണം. ഒരു ദിവസം ഞാൻ തിരിച്ചു വരുമെന്നും പറയണം. അതോടെ അവൾ വീണ്ടും കുഴഞ്ഞു. ദേവിയുടെ ദുർബലമായ കൈകളിൽ നിന്നും അവൾ ഊർന്ന് വീണ്ടും ആ കാൽക്കൽ വീണു. അപ്പോൾ പടിപ്പുരവാതിലിൽ ഒരു ടോർച്ചിൻ്റെ വെട്ടം തെളിഞ്ഞു. നോവൽ തുടരും.